വെൽക്കം ബാക്ക് ടു ഡ്രാമ ടൂർ. ഡ്രാമാസ് ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാസ്റ്റർ യിന്നിനെ ബർത്ത്ഡേ വിഷ് ചെയ്യാൻ ഷെൻസി ക്യൂ എത്തുന്നു. മാസ്റ്റർക്ക് സന്തോഷമായി. എന്നാൽ പിന്നെ ഇന്നലെ നിർത്തിവെച്ച പാട്ട് കണ്ടിന്യൂ ചെയ്യാമെന്ന് അദ്ദേഹം പറയുന്നു. ഷെൻസി ക്യൂ കയ്യിലൊരു റോസാപ്പൂവുമായി പാട്ട് തുടങ്ങി. ഷിയാക്കിയുടെ അടുത്തിരുന്ന കപ്പ് നിലത്ത് തട്ടിയിട്ട് അവൾ പൊട്ടിക്കുന്നു. എന്നാൽ യിൻഹെങ്ങിന് ഇതിൽ സംശയം തോന്നുന്നു. ഇടയ്ക്ക് അവൾ യിൻസെങ്കാവിനെയും വശത്താക്കാൻ നോക്കുന്നുണ്ട്. ശേഷം ഫ്രഷ് ആകാൻ ഒരു റൂം ചോദിക്കുന്നു. ഷെൻസി ക്യൂനെ മുൻകൂട്ടി പറയാതെ സിസ്റ്റർ ഹോങ് കൊട്ടാരത്തിലേക്ക് വിട്ടത് മാസ്റ്റർ യിന്നിന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. യിൻഹെങ്ങിനെ മെങ് ഫാമിലിയുമായി നടത്താനിരുന്ന അയാളുടെ നിശ്ചയം മാസ്റ്റർ യിൻ ഓർമ്മിപ്പിക്കുന്നു. ഇതേ സമയം ഷെൻസി ക്യൂ ഷിയാക്യുവിൻ്റെ മുറിവിലെ രക്തപ്പാടുകൾ പിന്തുടർന്ന് അവളുടെ മുറിയിലെത്തുന്നു, ആ റോസപ്പൂ കൊണ്ട് തന്നെ. എന്നാൽ താൻ നീ ഉദ്ദേശിച്ച ആളല്ലെന്ന് ഷിയാക്യു അവളെ അറിയിക്കുന്നു. എന്നാൽ ഷെൻസി ക്യൂ വിടാൻ ഭാവമില്ല. പണ്ടുണ്ടായ കാര്യങ്ങൾ അവർ ഷിയാക്യുവിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഷിയാക്യു റോസാപ്പൂ വലിച്ചെറിഞ്ഞ് അവളെ ക്രൂശിക്കുന്നു. പൈസയും ടിക്കറ്റും തരാം, വേഗം പോയിക്കൊള്ളാൻ ഷിയാക്യു അവളോട് പറയുന്നു. എന്നാൽ പണ്ട് ഷെൻസി ക്യൂനെ ദത്തെടുക്കാൻ വന്നയാളുടെ മുന്നിൽ ഷിയാക്യു പോയി നിന്നതുകൊണ്ടാണ് അവർ അവളെ ദത്തെടുത്തതെന്നും താനായിരുന്നു ഈ വീട്ടിലെത്തേണ്ടതെന്നും ഷെൻസി ക്യൂ ഷിയാക്യുവിനെ ഓർമ്മിപ്പിക്കുന്നു. ഷിയാക്യു ആകട്ടെ അതിനെയൊന്നും തീരെ വകവയ്ക്കുന്നില്ല താനും. സെങ്കാവോ അവിടേക്ക് കടന്നു വരുന്നു. മറ്റൊരു സ്ത്രീയുടെ പേരിൽ ഷിയാക്യു അസൂയപ്പെടുന്നത് കാണാൻ തനിക്കും ഇഷ്ടമാണെന്നവൻ വ്യക്തമാക്കുന്നു. എന്നാൽ നമുക്ക് കല്യാണം വയ്ക്കാം, എങ്കിൽ ഷിയാക്യുൻ തൻ്റെ മൂത്ത സഹോദരി ആകുമല്ലോ എന്ന് ഷെൻസിക്യു സെങ്കാവിനോട് പറയുന്നു. ബ്രദർ ഹായും യിൻഹെങ്ങും ഓൾഡ് മാഡത്തിൻ്റെ മരണത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അമ്മയുടെ മരണത്തിൽ ഇനിയും രഹസ്യങ്ങൾ ചുരുളഴിയാനുണ്ടെന്ന് യിൻഹെങ് വ്യക്തമാക്കുന്നു. മദ്യപിച്ചിരിക്കുന്ന ഷെൻസിക്യുവിനെയാണ് കാണിക്കുന്നത്. അടുത്തത് റൂമിൽ വെച്ച് അവളോട് മോശമായി പെരുമാറിയ അയാളെ ഓർക്കുന്നില്ലേ? അയാൾ അവിടെയും വരുന്നു. സുന്ദരിയായ വാൻമാനോട് യിൻ ഫാമിലിയിലേക്ക് പോകുന്നതിന് പകരം തൻ്റെ കൂടെ പോരാൻ ആവശ്യപ്പെടുന്നു. ഇത് കേട്ട ഷെൻസി ക്യൂ താഴെ വീണ് പൊട്ടിയ കപ്പിൻ്റെ പീസ് കൊണ്ട് അയാളുടെ നേർ ചെല്ലുന്നു. ബ്രദർ ഹായും യിൻഹെങ്ങും വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അമ്മയുടെ മരണത്തിലെ ദുരൂഹത നീക്കാൻ സഹായിക്കണമെന്ന് അയാൾ ബ്രദർ ഹായിനോട് പറയുന്നുണ്ട്. എന്നാൽ മെങ് ഫാമിലിയിലേക്ക് വിവാഹിതനായി പോയി കഴിഞ്ഞാൽ ഇതൊന്നും നടക്കില്ലെന്ന് ബ്രദർ ഹായ് അയാളെ ഓർമ്മിപ്പിക്കുമ്പോൾ ആരുടെയോ സൗണ്ട് കേട്ട് ബ്രദർ ഹായിയോട് യിൻഹെങ് പോകാൻ ആവശ്യപ്പെടുന്നു. ഷെൻസി ക്യൂ മദ്യപിച്ച് നടന്നു വരുന്ന ശബ്ദമായിരുന്നു ഇരുവരും കേട്ടിരുന്നത്. നേരത്തെ പ്രശ്നമുണ്ടാക്കിയ ആൾ ഷെൻസി ക്യൂ അവിടെ നിൽക്കുന്നത് കാണുമ്പോൾ കൂടെയുള്ളത് തേർഡ് മാസ്റ്റർ ആണെന്നറിയാതെ ഫോട്ടോഗ്രാഫറിനെ കൊണ്ടുവരുന്നു. അന്ന് ഷിപ്പിൽ വെച്ച് പറഞ്ഞതെല്ലാം താൻ കേട്ടുവെന്നും തന്നെപ്പോലെ ഒരു പ്ലാനുമായിട്ടാണ് ഷെൻസിറ്റിയിലേക്ക് വന്നതെന്ന് മനസ്സിലായെന്നും ഷെൻസി ക്യൂ യിൻഹെങ്ങിനോട് പറയുന്നു. അയാൾ ഫോട്ടോ എടുക്കുമ്പോഴേക്കും കോട്ട് കൊണ്ട് മുഖം മറിച്ച് യിൻഹെങ് അവളെ ചുംബിക്കുന്നു. തേർഡ് മാസ്റ്റർ ആണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഫോട്ടോ എടുക്കാൻ വന്നവർ ഓടിപ്പോയി. ഒന്ന് അമർത്തി ചുംബിച്ച ശേഷം ഷെൻസി ക്യൂവും പോകാനൊരുങ്ങുന്ന സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി എന്താണ് സംഭവിക്കുന്നതെന്നറിയണ്ടേ? അതറിയാൻ അടുത്ത വീഡിയോ വരെ കാത്തിരിക്കുക. ഇത്തരം വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഡ്രാമ സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞോളൂ.